നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും സഹോദരീ സഹോദരന്മാരാണെന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിച്ചവരാണ്. അങ്ങനെയുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർ നമ്മുടെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞ് മരണം കൈവരിക്കുന്നത് ഭയാനക കാഴ്ചയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലാണെന്നും അതിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്തെന്നും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവാക്കളും മധ്യപ്രായക്കാരും റോഡപകടങ്ങളിൽ മരണമടയുന്നതിനാൽ അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീരിന് ഒരു പ്രതിവിധി തേടിക്കൊണ്ടുള്ള അപേക്ഷ ഇരു സർക്കാരുകളുടെ മുന്നിലും ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് റോഡപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിഭയാനകമാണ്. മരണപ്പെടുന്നവരോ 18-നും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അങ്ങനെ ഈ തരത്തിലുള്ള യുവാക്കൾ ആയതിനാൽ ഇന്ത്യ രാജ്യത്ത് റോഡ് വാഹന നിയമം തിരുത്തേണ്ടതുണ്ട്. അഥവാ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും റോഡപകടങ്ങളാൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരോ നേടിക്കൊണ്ടിരിക്കുന്നവരോ ഭാവിയിൽ നമ്മുടെ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാകേണ്ടവരായ സയൻറ്റിസ്റ്റുകളോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ നിയമജ്ഞന്മാരോ ഒരുപക്ഷേ IAS IPS ആയിത്തീരേണ്ടവരോ അതിലുപരി രാജ്യം ഭരിക്കാനുള്ള ഭരണകർത്താക്കളായി മാറേണ്ടവരായി തീരേണ്ടവരും ആണ്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ട് പോകുന്നതെന്ന് നമ്മൾ ഭീതിയോടെ കാണേണ്ടതാണ്. റോഡപകടങ്ങളുടെ പല കണക്കുകളും നമ്മെ പഠിപ്പിക്കുന്നത് രാജ്യത്തെ അപകടങ്ങളിൽ 80-85% ഇരുചക്രവാഹനമാണ് അപകടത്തിൽ പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപകട കാരണം അമിത വേഗതയും അശ്രദ്ധയും മൂലമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തന്മൂലം വർഷാവർഷം 2 ലക്ഷത്തിൽ പരം യുവാക്കളടങ്ങുന്ന ജനവിഭാഗം മരണപ്പെടുകയും 4 ലക്ഷത്തിൽ പരം ജനങ്ങൾക്ക് അംഗവൈകല്യങ്ങളോ കിടപ്പ് രോഗികളോ ആയി മാറുകയും തന്മൂലം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിതമാർഗങ്ങൾ മുട്ടി വേദനയും യാതനയും കഷ്ടതകളും അനുഭവിച്ച് തീരാ കടക്കാരായി ജീവിതം പേറുന്നവരാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റോഡ് വാഹന നിയമങ്ങളിൽ മാറ്റങ്ങളുണ്ടാകണം. മോട്ടോർ വാഹന നിയമങ്ങളിൽ കർശനമായ നിയമനിർമ്മാണം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സംവിധാനത്തെ ഈ കഷ്ടതയെ നേരിടേണ്ടതാണെന്ന് ഞാൻ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസിനോടൊപ്പം നമ്മെ പഠിപ്പിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ 40-ഉം 50-ഉം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ മതി എന്നാണ്.
ഈ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതുമാണ്. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായ ഇരുചക്ര വാഹനങ്ങൾ 100 മുതൽ 300 കിലോമീറ്റർ വേഗതയോടെയാണ് നിർമ്മിച്ചിറക്കുന്നത്. ഈ 100 മുതൽ 300 കിലോമീറ്റർ വേഗതയോടെ നിർമ്മിച്ചിറക്കുന്ന വാഹനങ്ങൾ 40ഉം 50ഉം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ മതിയെന്ന് പഠിപ്പിക്കുകയും ഈ നിയമം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഒരേപോലെ നിലനിൽക്കുന്നതുമായിരിക്കുമ്പോൾ സർക്കാർ സംവിധാനം എന്തിനാണ് 100 മുതൽ 300 കിലോമീറ്റർ വേഗത ക്രമീകരിച്ച ഇരുചക്ര വാഹനം നിർമ്മിക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ഇവിടേക്ക് അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണത്തിനായി ഇരുചക്ര വാഹനം 100 മുതൽ 300 കിലോമീറ്റർ വേഗതയിൽ നിന്നും 40ഉം 50ലേക്കും ചുരുക്കി നിർമ്മാണം നടത്തണമെന്നും ഇറക്കുമതി ചെയ്യിക്കണമെന്നുമുള്ള നിയമം കർശനമാക്കിക്കൊണ്ട് നിയമ ഭേദഗതി നടത്തിയും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമായി പ്രത്യേക സഞ്ചാരപാത ഒരുക്കിക്കൊണ്ടും വൺ വേ ക്രമീകരിച്ചുകൊണ്ട് ഇരുചക്ര വാഹന സഞ്ചാരികൾക്ക് പാത ഒരുക്കുന്നതോടൊപ്പം നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ കർശനമായും കൈക്കൊണ്ടാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വലിയ ദുരന്തമായ ഇരുചക്ര വാഹന അപകടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു വലിയ വാഹന അപകടങ്ങളും ഒരു പരിധിവരെ ഈ മാർഗങ്ങൾ കൊണ്ട് തടയാൻ കഴിയുമെന്നും രാജ്യത്ത് ഉടനീളം ഈ തരം സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജീവൻ നമ്മുടെ കൺമുന്നിൽ കിടന്നു പിടഞ്ഞു തീരില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ ഈ വീഡിയോ ഞാൻ അപേക്ഷയായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.